കനത്ത മഴയ്ക്ക് പിന്നാലെ കോഴിക്കോട് നഗരത്തിൽ വലിയ വെള്ളക്കെട്ടാണ്. സ്റ്റേഡിയം ജംഗ്ഷനിൽ കടകളിലേക്ക് വെള്ളം കയറുന്നു. കോഴിക്കോട് ബാലുശ്ശേരിയിൽ മരം വീണ് വീട് തകർന്നു. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേർന്നു. സമീർ, ഇപ്പോഴത്തെ അവിടുത്തെ മഴയുടെ സാഹചര്യം എങ്ങനെയാണ്? വീടുകളിൽ ഇപ്പോഴും വെള്ളം കയറുന്നുണ്ടോ സമീർ? ഹാഷ്മി, കോഴിക്കോട് ജില്ലയിലും ശക്തമായ മഴ തുടരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള നാശനഷ്ടങ്ങളും തുടരുകയാണ്. ബാലുശ്ശേരിയിൽ രാമകൃഷ്ണൻ എന്ന വ്യക്തിയുടെ വീടാണ് തകർന്നത്. ഓടിട്ട വീടാണ്. അതിന് മുകളിലേക്ക് ശക്തമായ കാറ്റിലും മഴയിലും മരം കടപുഴകി വീഴുകയും അതുപോലെ തന്നെ കാറ്റിൽ അതിൻ്റെ ഓടുകൾ പറന്നു പോവുകയും ചെയ്തു. അതിൻ്റെ ശബ്ദം കേട്ട് അവരവിടുന്ന് മാറിയത് കൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായിരിക്കുന്നത്. ഈ വിധത്തിൽ വിവിധ ഇടങ്ങളിൽ കാറ്റും അതുപോലെ തന്നെ മഴയും ഉണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള നാശനഷ്ടങ്ങളും ഉണ്ടാകുന്നുണ്ട്. നഗരമേഖലയിലേക്ക് വരികയാണെങ്കിൽ വലിയ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഏകദേശം 1/2 കിലോമീറ്റർ നീളത്തിൽ ഈ വിധത്തിലുള്ള ഒരു കാഴ്ചയാണ്. വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഇപ്പോൾ ഇതൊരു 4 കൂടിയ ജംഗ്ഷനാണ്. അവിടെ സിഗ്നലുണ്ട്. സിഗ്നൽ വീഴുമ്പോൾ വാഹനങ്ങൾ ഇങ്ങനെ നിർത്തിയിടുന്നു. പ്രത്യേകിച്ചും ചെറിയ വാഹനങ്ങൾ, സ്കൂട്ടറുകൾ പലതും ഇങ്ങനെ നിർത്തിയിടുകയും പക്ഷേ പിന്നീട് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ഓഫായി പോവുകയും തള്ളിക്കൊണ്ടു പോകുന്ന ഒരു കാഴ്ചയും ഇവിടുന്ന് സ്ഥിരമായി നമ്മൾ കാണുന്ന ഒരു കാഴ്ചയായി മാറുകയാണ്. മാത്രമല്ല, ഇവിടെ നിൽക്കുമ്പോൾ വാഹനങ്ങൾ പോകുന്ന വേളയിൽ കടൽ തീരത്ത് നിൽക്കുന്ന പ്രതീതിയാണ്. വെള്ളം അടിച്ചടിച്ച് കയറുകയാണ്. ആ അടിച്ചടിച്ച് കയറുന്ന വെള്ളം സമീപത്തെ കടകളിലേക്കാണ് ചെന്ന് കയറുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് കടകളെയും ആ പ്രവർത്തനങ്ങളൊക്കെ തന്നെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. അവിടെ ഏതാനും ചില കടകൾ രാവിലെ തുറന്നിരുന്നു. പക്ഷേ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. പ്രവർത്തിക്കാൻ കഴിയാതെ അവർ അടച്ചു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇങ്ങനെ നമുക്ക് ഈ ഭാഗത്തൊക്കെ തന്നെ അത്തരത്തിലുള്ള കാഴ്ചകളാണ്. വിവിധ കടകളുള്ള ഈ മേഖലയും അതുപോലെ തന്നെ തൊട്ടടുത്ത ഭാഗത്തൊക്കെ ഇതിൻ്റെ എതിർവശത്തൊക്കെ ഇത്തരത്തിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. അത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്കും അതുപോലെ തന്നെ കടക്കാർക്കും ഒക്കെ പ്രതികരിക്കാനുള്ള ഒരേ ഒരു കാര്യം, ഈ വിഷയം നേരത്തെ തന്നെ കോർപ്പറേഷൻ അധികൃതരെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ അറിയിച്ചതാണ്. ഇവിടുത്തെ ഡ്രൈനേജ് സംവിധാനം കാര്യക്ഷമമാക്കണം എന്നുള്ള ആവശ്യം. വെള്ളം ഇതൊരു താഴ്ന്ന ഭാഗത്തേക്ക് വരികയും സ്വാഭാവികമായും ഇതിനകത്തെ ഓടകൾ വൃത്തിയാക്കിയിരുന്നുവെങ്കിൽ വെള്ളം ഈ വിധത്തിൽ കെട്ടി നിൽക്കില്ല. അത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുമായിരുന്നില്ല എന്നുള്ള കാര്യമാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും കോർപ്പറേഷൻ്റെ ശ്രദ്ധയിലേക്ക് ഈ കാര്യം കൂടി നമ്മൾ അവരുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി ഇത് ചേർക്കുകയാണ്. അവരുടെ ശ്രദ്ധ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് നമുക്കുമുള്ളത്. എന്തായാലും മഴ കനത്ത് തന്നെ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ പെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നാശനഷ്ടങ്ങളും ഉണ്ടാകുന്നു. നഗരമേഖല ഇപ്പോഴും വെള്ളക്കെട്ടിൽ തന്നെയാണ്. ഹാഷ്മി. സമീർ സി മുഹമ്മദാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കൊടപിടിച്ച് മഴയത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന യുവാവിൻ്റെ ബർത്ത്ഡേ ആണിന്ന്. ഹാപ്പി ബർത്ത്ഡേ സമീർ സി മുഹമ്മദ്.